അപ്പൻ പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ എന്നാ പറയുന്ന പ്രയാസപ്പെട്ട് തുറക്കാനല്ല അപ്പൻ ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യത്തിന് താക്കോലുണ്ടോ? ഉണ്ട്. ദൈവരാജ്യത്തിന് ചില അറകളുണ്ട്, ചില വാതിലുകളുണ്ട്. ഒരു പക്ഷെ അത് അടഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷേ ദൈവവചനത്തിൽ അതിനെ തുറക്കാനുള്ള താക്കോൽ തൻ്റെ മക്കൾക്ക് അവൻ തരും. നമ്മളൊരു ഡോറ് ഒരു താക്കോൽ ഇല്ലാതെ തുറക്കാൻ പരിശ്രമിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു താക്കോൽ ഇട്ട് തുറക്കുമ്പോൾ അതിന് അല്പം പോലും എഫേർട്ട് വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഡോറ് തുറന്നകത്ത് കയറുവാനായിട്ട് സാധിക്കും. അതേ സ്ഥാനത്ത് താക്കോൽ ഇല്ലെങ്കിലോ ഈ എന്നാ പറയുന്ന ചുറ്റി, ഒലക്ക, സ്പാനർ, എന്നാ പറയുന്ന മൺവെട്ടി, കട്ടപ്പാറ എല്ലാം എടുത്തിട്ട് അടിച്ച് ഇടിച്ച് ഓടിച്ച് ചെയ്താലും ചിലപ്പം നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ബട്ട് ദ ബ്യൂട്ടി ഓഫ് ദ കീ ഇസ് ദാറ്റ് എഫർട്ട്ലെസ്ലി യു കൻ ഓപ്പൺ എ ഡോർ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിങ്ങൾക്ക് തരിക. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു വലിയ താക്കോൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറും. അതിനെ എടുത്ത് ആ താക്കോൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഡോറ് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മുന്നിൽ അത് തുറക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ ശുശ്രൂഷയുടെ പ്രാരംഭ ഭാഗത്ത് തന്നെ ഹോളി സ്പിരിറ്റ് എന്നെ ഒരു ഓപ്പൺ വിഷനിൽ കാണിക്കുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇന്ന് രാത്രി ആ താക്കോൽ ഒരാളെടുത്ത് ഉപയോഗിക്കാൻ റെഡിയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്ന വാതിലുകൾ വളരെ നിഷ്പ്രയാസം, എഫേർട്ട്ലെസ് ആയിട്ട് ഇറ്റ് വിൽ ഓപ്പൺ ബിഫോർ യു. സോ ഇന്ന് രാത്രി ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു വൈറസാണ് കൊറോണ വൈറസ് അല്ല. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു വൈറസാണ് പേടി അഥവാ ഫിയർ. നമ്മൾ ചിന്തിക്കുന്ന കൊറോണ വൈറസാണ് ഏറ്റവും ഡേഞ്ചറസ് എന്നല്ല. കൊറോണ വൈറസിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വൈറസ് ഈ ലോകത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അത് പയ്യെ ദൈവമക്കളെയും ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് കൊറോണ വൈറസ് എന്നല്ല, അത് സൃഷ്ടിക്കുന്ന പേടിയാ, അത് കൊണ്ടുവന്നിരിക്കുന്ന പേടിയാ, അതൊരു ഭീതിയുടെ ആത്മാവാണ്. നൗ ദൈവമക്കൾ എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്. ആൻഡ് ഫിയറിനും ഫെയ്ത്തിനും ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രാസ്റ്റ് ഉണ്ട്. എങ്ങനെ വെളിച്ചവും ഇരുട്ടും ഒരു കോൺട്രാസ്റ്റ് ആണോ, അതുപോലെ തന്നെയാണ് പേടിയും വിശ്വാസവും അഥവാ ഫിയറും ഫെയ്ത്തും. എങ്ങനെ വെളിച്ചമുള്ള സ്ഥലത്ത് ഇരുട്ടിന് വസിക്കാൻ സാധിക്കത്തില്ലയോ, അതുപോലെ തന്നെ വിശ്വാസമുള്ള സ്ഥലത്ത് പേടിക്ക് വസിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇൻ അതർ വേർഡ്സ്, എങ്ങനെ നമ്മൾ പറയുമോ, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇരുട്ടാണ്, നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ, ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഡാർക്ക്നെസ്സിനോട് പോകാൻ പറയണ്ട, ഡാർക്ക്നെസ് അവിടുന്ന് അപ്രത്യക്ഷമാകും. എവിടെ വെളിച്ചം വരുന്നോ അവിടെ ഡാർക്ക്നെസ് ഇല്ല. അതുപോലെ തന്നെ എവിടെ വിശ്വാസം വരുമോ അവിടെ പേടിക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഭയവും വിശ്വാസവും ഒരേ ബോട്ടിൽ യാത്ര ചെയ്യത്തില്ല. അതുകൊണ്ടാണ് യേശു നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ കൂട്ടി ബോട്ടിൽ യാത്ര ചെയ്തപ്പോൾ അവിടെ വലിയൊരു കാറ്റും കോളും ഇളകുവാനായിട്ട് തുടങ്ങി. യേശു അമരത്ത് തലകണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. കടൽ അറിഞ്ഞ ശിഷ്യന്മാര് പേടിക്കണമെങ്കിൽ അന്നത്തെ കാറ്റ് സാധാരണ കാറ്റായിരിക്കത്തില്ല. അന്ന് അവരുടെ ബോട്ടിൽ കയറിയ വെള്ളം സാധാരണ ടൈപ്പിലുള്ള വെള്ളം ആയിരിക്കത്തില്ല. അവര് പേടിച്ചു. പക്ഷെ പേടിച്ച് യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ട് അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? എന്ന് വെച്ചാൽ ഒരേ ബോട്ടിൽ പേടിയും വിശ്വാസത്തിനും ഒന്നിച്ച് യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല.
So every time there is fear, fear is nothing but the absence of faith. And wherever faith is, fear cannot stay. ഫിയർ എവിടെ നിൽക്കുമെന്ന് ചോദിച്ചാൽ വിശ്വാസം ചൊകർന്നു പോകുന്നിടത്ത് മാത്രമേ പേടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ വിശ്വാസം പ്രവർത്തിക്കുന്നിടത്ത് പേടിക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. എങ്ങനെ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനെ മാറുന്നു, അതുപോലെ തന്നെ വിശ്വാസം വരുമ്പോൾ പേടി താനെ അകന്നു മാറും. ബട്ട് ഫിയർ is something that everybody experiences. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ പേടി വളരെയധികം എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ചിലരത് വെളിയിൽ പറയുന്നില്ല, ചിലരത് വെളിയിൽ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ചിലർ മനസ്സിനകത്ത് തന്നെ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനത്തെ പേടി ഉണ്ടാകുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ തരാൻ പോകുന്ന താക്കോൽ, ദൈവവചനത്തിൽ നിന്ന് തരുന്ന താക്കോൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏൽപ്പിക്കുന്ന താക്കോൽ, അത് കൊറോണ വൈറസിനെ കൊല്ലുന്ന വാക്സിൻ അല്ല, അത് പേടിയെ കൊല്ലുന്ന വാക്സിനാണ്. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ വാക്സിനേഷൻ പേടിയെ കൊല്ലും, പേടിയെ പുറത്താക്കും, അപ്പോൾ തന്നെ അനുഗ്രഹത്തെ അകത്താക്കും. ഇറ്റ് ഈസ് സോ പവർഫുൾ, ഇറ്റ് ഈസ് സോ പവർഫുൾ. ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്ന, അനുഭവിക്കുന്ന ചില ദൈവപ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല പലരുടെയും ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയുമാണ് ഞാൻ ഇന്നത്തെ ദൈവവചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാനുള്ള അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവ മക്കൾ ആക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എവ്രി വേർഡ് ഇൻ ദ ബൈബിൾ ഹാസ് എ മീനിങ് because it is written under the inspiration of the Holy Spirit. ദൈവമക്കൾ ആക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവമക്കൾ ആകാനുള്ള അധികാരം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും പറയാം, ദൈവമക്കളാക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അതായത് യേശുവിനെ ഒരു വ്യക്തി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, കർത്താവായി സ്വീകരിക്കുമ്പോൾ, to that person there is a special authority given, there is a privilege given to become the child of God. അവർക്ക് ദൈവ മക്കളാകുവാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. നോ, അധികാരം എന്ന് പറയുന്നത് ഉപയോഗിച്ചാൽ മാത്രമേ അതെനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ മുന്നേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഞാൻ അത് നിങ്ങളുടെ ഒന്ന് ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവരാം. TN ശേഷൻ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നത് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. നോ, TN ശേഷന്റെ മുന്നേ ഇരുന്ന ഇലക്ഷൻ കമ്മീഷണറുടെ പേര് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ആർക്കും പറയാൻ സാധിക്കുമെന്ന്. TN ശേഷൻ കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാലും പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തിന് ഇപ്പോൾ ഉള്ള ഇലക്ഷൻ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ സ്തോത്രം. നോ, എന്തുകൊണ്ട് മരിച്ചുപോയ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണർ ആണെന്നുള്ളത് ഇപ്പോഴും ഓർത്തിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇലക്ഷൻ കമ്മീഷണറുടെ അധികാരങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹം ഉപയോഗിച്ച് കാണിച്ചത് കൊണ്ട് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആണെന്നുള്ള ഒരു അംഗീകാരം ലോകം മുഴുവൻ കൊടുത്തു. ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തെ ഒരു ഇലക്ഷൻ കമ്മീഷണറായിട്ട് അംഗീകരിക്കുകയും കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്നും നമ്മളുടെ മനസ്സുകളിൽ അദ്ദേഹം ഒരു ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിൽക്കുകയാണ്. The reason is he used the authority. Now authority is available for everybody, but only when you use your authority. അപ്പൊ ഇവിടെ പറയാ, ദൈവ മക്കൾ ആകാനുള്ള അധികാരം
ഞാൻ അവർക്ക് കൊടുത്തിരിക്കുക. സോ അധികാരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്. അധികാരം ഞാൻ ഉപയോഗിക്കണം. അതാണ് ആദ്യത്തെ കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടത്. അൺടിൽ ആൻഡ് അതർവൈസ് ഐ എക്സസൈസ് മൈ അതോറിറ്റി, ഞാൻ ആ അധികാരത്തെ ഉപയോഗിക്കാത്തിടത്തോളം കാലം എനിക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല. നൗ എങ്ങനെയാണ് ഈ അധികാരത്തെ ഉപയോഗിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് വീണ്ടും ജനിച്ച ദൈവ പൈതലിന്റെ ഗൈഡ്. പരിശുദ്ധാത്മാവാണ് വീണ്ടും ജനിച്ച ദൈവ പൈതലിനെ എല്ലാ സത്യങ്ങളിലേക്കും വഴി നടത്തുന്നത്. യേശു പറഞ്ഞു, ഞാൻ പോയി കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങളെ അവൻ സകല സത്യത്തിലേക്കും വഴി നടത്തും. യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സോ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്താൻ സത്യത്തിലേക്ക് ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മൾ സത്യം അറിയുമ്പോഴാണ്. ബിക്കോസ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സോ എപ്പോഴെല്ലാം നമുക്കൊരു ഇംപ്രിസൻഡ് ഫീലിംഗ് തോന്നുന്നു, ഹെൽപ്ലെസ്നെസ് തോന്നുന്നു, പ്രത്യേകിച്ച് ദൈവമക്കൾക്ക്, ഞാനൊരു കാര്യം പറയാം, ഇറ്റ് ഈസ് ആക്ച്വലി ഇഗ്നോറൻസ് ഓഫ് എ ട്രൂത്ത്. ഇറ്റ് ഈസ് നോട്ട് റിയൽ ഇംപ്രിസൺമെന്റ്. ദൈവ പൈതലിനെ ഇംപ്രിസൺ ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ ഇനി ഒരു ചങ്ങലയും ഇല്ല. ദൈവ പൈതലിനെ അടച്ചു വെക്കാനായിട്ട് ഈ ഭൂമിയിൽ ഒരു ജയിലുമില്ല. ദൈവ പൈതലിനെ ബന്ധിക്കാനായിട്ട് പിശാചിന്റെ കയ്യിൽ ഒരു ആയുധവുമില്ല. ബട്ട് ഒറ്റ ആയുധമുണ്ട്, ഇഗ്നോറൻസ് ഓഫ് ദ ട്രൂത്ത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമുണ്ട്. ഹോശേയാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അതിങ്ങനെയാ പറയുന്നത്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് എന്റെ ജനം നശിച്ചു പോകുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയുള്ള സകലതും നമുക്ക് നൽകപ്പെട്ടിരിക്കുക. ഇനി നൽകപ്പെടാൻ പോവുകയല്ല പ്രിയപ്പെട്ടവരെ, അത് നൽകപ്പെട്ടിരിക്കുക. ഇപ്പൊ വിളിച്ച ആള് ആരാണെന്നുള്ളത് തിരിച്ചറിയുന്നതിലാണ് ഇത് അനുഭവിക്കാനായിട്ട് പോകുന്നത്. മക്കളാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. എങ്ങനെ മക്കളാകും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് എൻ ഓട്ടോമാറ്റിക് പ്രോസസ്. ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു. നൗ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിക്കുമെങ്കിൽ, എനിക്ക് കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ തീർക്കാൻ ആഗ്രഹിക്കുക, അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവുക. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. റോമൻസ് ചാപ്റ്റർ 8 and verse 15. ഇതെല്ലാം ഞാൻ ഇന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന വാക്യങ്ങളെല്ലാം പല പ്രാവശ്യം നിങ്ങൾ വായിച്ച വാക്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് കാണാപ്പാഠം അറിയാവുന്ന വാക്യമായിരിക്കും. പല സമയങ്ങളിലും ഇത് റിസൈറ്റ് ചെയ്യുന്ന വാക്യങ്ങളായിരിക്കും. പക്ഷെ അതിന്റെ അകത്തു നിന്നായിരിക്കും ഇന്ന് താക്കോല് വെളി വരാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഹിയർ ഇറ്റ്. റോമൻസ് ചാപ്റ്റർ 8 and verse 15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നൗ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ദാസ്യത്തിന്റെ ആത്മാവാണ് ഭയം അഥവാ ഭീതിയുടെ ആത്മാവ്. സോ പേടി അഥവാ ഭയം എന്ന് പറയുന്നത് തന്നെ ഒരു ആത്മാവാണ്. അതിന്റെ പേരാണ് ദാസ്യത്തിന്റെ ആത്മാവ്. ആ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പക്ഷെ വചനം പറയാ, നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നത്. പേടി വരുമ്പോഴെല്ലാം ഈ വാക്യം പിന്നെയും റിസൈറ്റ് ചെയ്യും. നാം വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എത്ര നൽകിയിരിക്കുന്നത്. നാം വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ. നല്ല കാര്യമാണ്. വാക്യം പിന്നെയും പറഞ്ഞാലല്ല ദാസ്യത്തിന്റെ ആത്മാവ് മാറുന്നത്. വാക്യം എന്ത് പറയുന്നോ അത് പറയുമ്പോഴാണ് ദാസ്യത്തിന്റെ ആത്മാവ് മാറുന്നത്. ഞാൻ അവിടെ ഒരു പോസ് എടുക്കുന്നതിന്റെ റീസൺ അതൊന്ന് സിങ്ക് ആകാൻ ഇച്ചിരി സമയമെടുക്കും. ഞാൻ വീണ്ടും പറയാം, ആ വാക്യം വീണ്ടും പറഞ്ഞാൽ ദാസ്യത്തിന്റെ ആത്മാവ് മാറത്തില്ല. ആ വാക്യം എന്ത് പറയുന്നോ അത് പറയുമ്പോൾ ദാസ്യത്തിന്റെ ആത്മാവ് മാറും. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായവർക്കായി ഞാൻ അപ്പായെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയാ,
നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുക. Now I'm going to drill deeper into it. Now എനിക്ക് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുക എന്ന് പറയുമ്പോൾ അല്ല പേടി മാറുന്നത്. ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോഴാണ് ദാസ്യത്തിന്റെ ആത്മാവ് മാറിപ്പോകുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നവർക്കായി ഞാൻ അപ്പായെ സ്തുതിക്കുക. Come on, understand it. It is not when you recite the verse, but when you do what the verse is asking you to do. ആ വചനം എന്ത് പറയാൻ പറയുന്നോ, എന്ത് വിളിക്കാൻ പറയുന്നോ, അത് വിളിക്കുമ്പോഴാണ് ദാസ്യത്തിന്റെ ആത്മാവ് പുറത്താകുന്നത്. എങ്ങനെ സ്വിച്ച് ഇട്ടാല് ലൈറ്റ് വരുമ്പോൾ, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനെ പുറത്താവുന്നു, അതുപോലെ തന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ ദാസ്യത്തിന്റെ ആത്മാവ് മാറിപ്പോയി. അപ്പം ഒരു വിളിക്കകത്ത് അത്രയും സംഭവം ഉണ്ടോ? ഉണ്ടെന്നുള്ളതാണ് ഇന്നത്തെ താക്കോൽ. That is what I'm going to show you. I'm going to scripturally line up one after the other. And you will be excited. ഒരൊറ്റ വാക്കിൽ ഇത്ര മാറ്റം വരുമോ? യെസ്, ഒരൊറ്റ വാക്കിലാണ് മാറ്റം വരുന്നത്. നൗ നമുക്ക് അതിൻ്റെ മേളിലുള്ള ഒരു വാക്യമുണ്ട്. ആ വാക്യം നമ്മൾ ഇത് വായിച്ചിട്ട് വേണം അത് വായിക്കാനായിട്ട്. അതിന്റെ മേളിലത്തെ 14 വാക്യം 14 എന്നാ പറയുന്നതെന്ന് വായിച്ചു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പം നമ്മൾ വായിച്ചു യോഹന്നാൻ 1:12 ദൈവമക്കളാകാൻ അധികാരം തന്നിരിക്കുന്നു. സോ എങ്ങനെയാണ് അധികാരം ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് മക്കളാകുന്നത്? അപ്പൊ പരിശുദ്ധാത്മാവ് വരുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട്. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നവർക്കായിട്ട് ഞാൻ അപ്പായെ സ്തുതിക്കുക. നൗ അതേ വാക്യം ഞാൻ തിരിച്ചും കൊണ്ടുവരും. അടുത്ത ഒരു പോർഷനും കൂടെ വായിച്ചിട്ട് ഞാൻ ഈ വാക്യം തിരിച്ചു കൊണ്ടുവരും. നൗ ആ മേളിലത്തെ വാക്യം പറയാ, ആരാണ് ദൈവമക്കൾ? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവമക്കളാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് എന്നതാ? വീണ്ടും ജനിച്ച ദൈവ പൈതലിന്റെ ഉള്ളിൽ വന്നിരുന്നിട്ട് പറയുക, നാട്ടുകാര് ദൈവമേ എന്ന് വിളിക്കുന്ന ഇവനെ നീ ഇനി അപ്പാന്ന് വിളി. നാട്ടുകാര് കർത്താവേ എന്ന് വിളിക്കുന്ന, രാജാവേ എന്ന് വിളിക്കുന്നവനെ നീ ഇനി അബ്ബാ പിതാവേ എന്ന് വിളി. നീ അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ നടത്തുന്ന വഴിയെ നീ വരിക. അങ്ങനെ ഞാൻ നടത്തുന്ന വഴിയെ നീ വന്ന നീ മക്കളാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാവുന്നവർക്കായി ഞാൻ അപ്പായെ സ്തുതിക്കുക. And if you have any doubts, you tell me. ഞാൻ വാക്യമാണ് പറയുന്നത്. I'm getting into the scripture one after the other. Now അവിടെ പലപ്പോഴും നമ്മൾ വീണ്ടും ഭയപ്പെടുന്ന ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ലെ പുത്രത്വത്തിന്റെ ആത്മാവിനെ എക്സർസൈസ് ചെയ്യണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് പറയുക, call him Abba Father. Now let's go quickly to Galatians chapter 4 and verse 6. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. നൗ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. I am going to drill it deeper. Okay. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, ശ്രദ്ധിച്ചേ, നിങ്ങൾ മക്കളാകൊണ്ട്, മക്കളാകാനുള്ള അധികാരം നിങ്ങൾക്ക് നൽകിയിരിക്കുക. മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. Now look at me. നമ്മുടെ പിതാക്കന്മാരെല്ലാം നമുക്ക് വില്ല് എഴുതി വെക്കാറുണ്ട്. വില്ലെന്ന് വെച്ചാൽ എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് ഈ കാര്യങ്ങളെല്ലാം, ഇന്ന വസ്തുക്കൾ ഇന്ന മക്കൾക്ക് ഞാൻ എഴുതി വെക്കുക. അത് അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നല്ലതുപോലെ അറിയാം, വില്ല് അവിടെ ഉണ്ടെങ്കിലും ആ വില്ലിനെ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ എൻ്റെ പേരിൽ എഴുതിയിരിക്കുന്ന സാധനം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വില്ലുണ്ട്, വില്ല് ഈസ് അവൈലബിൾ. വില്ലിനകത്ത് തോസുട്ടി ബ്രദറിന് തൻ്റെ അപ്പൻ വില്ല് എഴുതിയപ്പോൾ ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് വില്ലിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഐ എം എ ലീഗൽ ഹെയർ ടു ദാറ്റ് ബ്ലെസ്സിങ്. ബട്ട് ആ വില്ല് നിയമപ്രകാരമായി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതിന് എനിക്കൊന്ന് മലയാളത്തിൽ
ഈ വസ്തുവാണ് പോക്കുവരവ് ചെയ്യണമെന്നോ അങ്ങനെ വേണ്ട പറയുന്നത്. അത് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ അപ്പൻ്റെ പേരിൽ ഇരിക്കുന്ന ആ വസ്തു എൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ആകത്തുള്ളൂ. ലീഗലി നിയമപരമായി വാക്യമനുസരിച്ച് വചനമനുസരിച്ച് നിങ്ങളും ഞാനും മക്കളാ. അനുഗ്രഹത്തിന്റെ വില്ല് കാൽവറി ക്രൂശിൽ അപ്പൻ വില കൊടുത്ത് മേടിച്ച മുഴുവൻ കാര്യങ്ങളുടെയും വില്ല് നിങ്ങളുടെയും എന്റെയും പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആത്മമണ്ഡലത്തിൽ അതിനെ സ്പിരിച്വലായി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ പ്രോസസ്സാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ കർത്താവായി സ്വീകരിച്ച ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ട് പറയുക, നാട്ടുകാർ കർത്താവേ, ദൈവമേ, രാജാവേ എന്ന് വിളിക്കുന്നവനെ നീ ഇപ്പൊ അപ്പാന്ന് വിളി, നീ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു മകനായി. ഓ, മനസ്സിലാവുന്നവർക്കായിട്ട് ഞാൻ അപ്പായെ സ്തുതിക്കുക. ഒരു വിളിയിൽ ഇത്ര ഉണ്ടോ? ഇനിയും കാണിച്ചു തരാം. ഒരു വിളിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇന്ന് കാണിച്ചു തരാം. ആ വിളി ആണ് എൻ്റെ മേളിൽ എൻ്റെ അപ്പൻ എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം. ആത്മമണ്ഡലത്തിൽ ഞാൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് പറയുക, നൗ കോൾ him Abba Father. ബാക്കി ആർക്കും വിളിക്കാൻ പറ്റത്തില്ലടാ, നിനക്ക് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. Come on, call him Abba Father. And the moment I call him Appa, when I call him Appa, when I call him Appa, I am no more a servant. Now, read verse 7. Now, ഈ വാക്യം വളരെ, ഇതെല്ലാം പല പ്രാവശ്യം വായിച്ചിട്ടുള്ള കാര്യമാണ്. Now, read it very, very slowly and very, very carefully. Verse 6 says, നിങ്ങൾ മക്കളാകൊണ്ട് പരിശുദ്ധാത്മാവ്, സ്വപുത്രന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് അവൻ അബ്ബാ പിതാവേ എന്ന് നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കുക. വിളിപ്പിച്ചതിന് ശേഷമാണ് 7ാമത്തെ വാക്യം പറയുന്നത്. വായിച്ചേ. Now this one word is very important. I don't know മലയാളത്തിൽ അത് എങ്ങനെയാ വരുന്നത്. വായിച്ചേ. അങ്ങനെ, എങ്ങനെ? ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് wherefore, അങ്ങനെ അല്ലെങ്കിൽ therefore. 7th verse is a continuation of the 6th verse. Therefore, you are no more a servant, you are a heir according to the promise. Wherefore, you are no more a servant, you are a heir according to the promise. അങ്ങനെ നിങ്ങൾ ഇനി, വായിച്ച, അങ്ങനെ നീ ഇനി, അപ്പൊ അവിടെ ഒരു ഇനിയുണ്ട്. ഇനി നീ ദാസനല്ല. എപ്പോഴാ നീ ദാസനല്ലാതെ ആകുന്നേ? അബ്ബാ പിതാവേന്ന് നിന്റെ വാ കൊണ്ട് നീ എപ്പം വിളിക്കാൻ തുടങ്ങുന്നോ, ഇനി നീ ദാസനല്ല. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാവുന്നവർക്കായി ഞാൻ അപ്പായെ സ്തുതിക്കുക. ഞാൻ വെൻ യു ഗെറ്റ് ടൈം, ഇന്ന് രാത്രി സമയമുണ്ടെങ്കിൽ യു കൻ ഡു ഇറ്റ്. ഐ വാസ് ടേക്കിംഗ് അതർ വേർഷൻസ് ഓഫ് ദ ബൈബിൾ, ഈ വാക്യം എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് ദി 7th verse is very beautiful. ഇത് 6th വേഴ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. 6th വേഴ്സിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവ് വന്ന് അവിടെ ഇംഗ്ലീഷ് ബൈബിൾ, മലയാളം ബൈബിളിൽ വിളിക്കുക എന്നാണ്. ഇംഗ്ലീഷ് ബൈബിൾ ക്രൈങ് ഔട്ട് അബ്ബാ ഫാദർ. നമ്മൾ എപ്പോഴാണ് കരയുന്നതെന്നറിയാമോ? നമ്മുടെ എൻറ്റയർ ബീയിങ് ഇമോഷണലി ചാർജ് ആവുമ്പോഴാണ് നമ്മൾ കരയുന്നത്. കരച്ചിൽ നെസസറിലി ദുഃഖത്തിന്റെ ആകണമെന്ന് ആവശ്യമില്ല. ചിലപ്പോൾ നമുക്ക് അറിയാത്ത സ്നേഹം കിട്ടുമ്പോൾ, സന്തോഷം കിട്ടുമ്പോൾ, നമുക്കൊരു കൈത്താങ്ങ് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും പ്രയാസത്തിൽ. ഇവിടെ പറയാ ക്രൈങ് ഔട്ട് അബ്ബാ ഫാദർ. ക്രൈങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഇമോഷൻ. Emotionally, I am connected to this person whom everybody is calling God. Now I can call him Abba Father. എൻ്റെ സ്വന്തം അപ്പനായി തീർന്നിരിക്കുക. എൻ്റെ സ്വന്തം അപ്പനായി തീർന്നിരിക്കുക. അവിടെ പറയാ crying out Abba Father. And when I cry out Abba Father, വചനം പറയാ now, ഇപ്പം, അതുകൊണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയാ wherefore. Now that you are crying out Abba Father, you are no more a servant. Now understand, this is where the catch is. നാം ഇനി ദാസന്മാരല്ല, നാം ഇനി പുത്രന്മാരാ. നാം ഇനി ദാസന്മാരല്ല, നാം ഇനി പുത്രന്മാരാ. ശരിയാണെന്നേ. നാം ഇനി ദാസന്മാരല്ല, നാം ഇനി പുത്രന്മാരാന്ന് പറയുമ്പോഴല്ല അത് എക്സിക്യൂട്ട് ആവുന്നത്. 6th verse പറയാ
പുത്രന്റെ സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ. വിളിക്കുക എന്ന് പറഞ്ഞാൽ വിളിക്കണം, അത്രേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ തിയോളജി ഒന്നും പിടിക്കണ്ട. വിളിക്കുമ്പോഴാണ് 7ാമത്തെ വാക്യം പറയുന്നത്. അതുകൊണ്ട് വായിച്ച് അങ്ങനെ നീ വിളിക്കുന്നോണ്ട്, നീ എന്നെ അബ്ബാന്ന് ഇപ്പം വിളിക്കുന്നത് കൊണ്ട്, നീ എന്നെ അപ്പാന്ന് വിളിക്കുന്നത് കൊണ്ട് ഇനി നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ അവകാശിയുമാകുന്നു. സോ ഈ വചനത്തിലുള്ള സ്പിരിച്വൽ വില്ല് യേശു ക്രൂശിൽ എന്തെല്ലാം വില കൊടുത്ത് എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതിനെ ഈ ആത്മമണ്ഡലത്തിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പോക്കുവരവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ വിളിയിൽ കൂടെയാണ് ഞാൻ പോക്കുവരവ് ചെയ്യുന്നത്. ആ വിളിക്കാനുള്ള അധികാരം വേറെ ആർക്കും നൽകപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആ വിളിക്കാനുള്ള അധികാരം നിങ്ങൾക്കും എനിക്കും മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് ആ പദവിയെ ഓർത്തൊന്ന് സ്തുതിച്ചേ. ആ വീട്ടിലൊക്കെ ഇരുന്ന കൈയൊക്കെ ഉയർത്തി എൻ്റെ അപ്പായെ നിനക്ക് നന്ദി എന്നൊന്ന് പറഞ്ഞേ. അപ്പാന്നൊന്ന് വിളിച്ചേ. അവൻ ആഗ്രഹിക്കുക നീ അപ്പാന്നൊന്ന് വിളിക്കുവാനായിട്ട്. എൻ്റെ മക്കൾ അപ്പാന്ന് വിളിച്ച് നിങ്ങളുടെ അടുക്ക ഓടി വരുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നില്ലേ? ഇന്ന് അവൻ മടുത്തു ബാക്കിയുള്ളവരുടെ വിളി കേട്ട്. നിങ്ങളെങ്കിലും ഒന്ന് വിളിക്കുവോ എന്നെ? എൻ്റെ മക്കളാ, ഞാൻ ക്രൂശിൽ വില കൊടുത്ത് മേടിച്ച എൻ്റെ മക്കളാ, അപ്പാന്നൊന്ന് വിളിക്കുമ്പോൾ തന്നെ ആ വിളിയിൽ എന്തുമാത്രം മർമ്മമുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ആത്മമണ്ഡലത്തിൽ വചനം പറയുക, നിങ്ങളും ഞാനും അപ്പാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ വിൽ എക്സിക്യൂട്ട് ആകുക. വിൽ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ യു ആർ നോ മോർ എ സെർവന്റ്, യു ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. അതുകൊണ്ട് നീ ഇനി അവകാശിയാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഈ വേഴ്സ് റിസൈറ്റ് ചെയ്യും. മക്കളെങ്കിലോ നമ്മൾ അവകാശികളാ, മക്കളെങ്കിലോ നമ്മൾ മക്കളെങ്കിലോ അവകാശികളാ. പക്ഷെ എങ്ങനെയാ മക്കളാകുന്ന? I have to follow the leading of the Holy Spirit to call him Abba Father. And that, അതുകൊണ്ടാണ് പറയുന്നത്. 6ാമത്തെ വാക്യത്തിന്റെ കണ്ടിന്യൂവേഷൻ 7ാമത്തെ വാക്യം ഞാൻ പറയാൻ വന്നത് വിട്ടുപോയി. ഞാൻ ഇന്നലെ ഒരു വേർഷൻ നോക്കിയപ്പോൾ കുറെ വേർഷൻ നോക്കി. അതിനകത്ത് ഒരു വേർഷൻ ഇങ്ങനെയാണ്, ന്യൂ സെഞ്ചുറി വേർഷൻ. വേർഷന്റെ പേര് Galatians 4:6-7 ഇങ്ങനെയാ പറയുന്നത്. Since you are God's children, God sent the Spirit of His Son into your hearts, and the Spirit cries out, Father. And വേറൊരു വേർഷനിൽ പറയാ, Spirit calls out Abba, and Abba means Father. അങ്ങനെ വേറൊരു വേർഷനിൽ പറയാം. And 7th verse പറയാ, so now എന്ന് വെച്ചാൽ, now that you are calling him Father, so now you are not a slave. When you call him Father, you are no more a slave. You are God's child, and God will give you the blessing He promised because you are His child. ഇത് ന്യൂ സെഞ്ചുറി വേർഷൻ എന്ന് പറയുന്ന ഒരു വേർഷൻ. ഞാൻ പല മൾട്ടിപ്പിൾ വേർഷൻസ് ഞാൻ എടുത്തു നോക്കി, ആംപ്ലിഫൈഡ് ആയിക്കോട്ടെ, ഏത് വേർഷൻസ്. ഇറ്റ് ക്ലിയർലി സേസ് that the spiritual execution of the will happens when you call him Father. അപ്പാന്ന് വിളിക്കുന്ന മകനും അപ്പാന്ന് വിളിക്കാത്ത മകനും തമ്മിൽ അനുഭവങ്ങൾ വ്യത്യാസപ്പെടും. എന്റെ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ ഇനി പെട്ടെന്ന് നിർത്താൻ പോവാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോവാം. ആ ഒരു ഉപമ മാത്രമേ ഉള്ളൂ, പിതാവും മക്കളും തമ്മിലുള്ള ഉപമ, യേശു പറഞ്ഞ ഉപമ. അവിടെ നമ്മൾ ആ ഉപമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്ന മുടിയനായ പുത്രന്റെ ഉപമയാണ്. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. അത് സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവിന്റെ ഉപമയാണ്. അവിടെ 2 മക്കളുണ്ടായിരുന്നു. ഞാനിപ്പോ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ഇന്ന് കേൾക്കുന്ന ഈ താക്കോലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കേട്ടോണം. ഇളയപുത്രന് നോക്കിക്കോണേ, ഇളയപുത്രന് ഈ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ടീച്ചർമാർ വല്ലതും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഉറപ്പാണ്. മൂത്ത പുത്രനെ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഉറപ്പാണ്. എന്നാ പറയുന്ന ഇവിടെയുള്ള ഇന്ന് എന്നെ സൂം മീറ്റിംഗിൽ കാണുന്ന ആർക്കെങ്കിലും പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഉറപ്പാണ് മൂത്ത പുത്രനെ കൊണ്ടേ കെട്ടിക്കത്തുള്ളൂ. പക്ഷേ
മൂത്ത പുത്രന്റെ ഇളയ പുത്രന്റെയും അനുഭവം വളരെ വ്യത്യാസമാണ്. ആ അനുഭവത്തെ ട്രിഗർ ചെയ്തത് ഇന്നത്തെ താക്കോലിൽ കൂടെ തന്നെ ഞാൻ കാണിക്കാം അതിനകത്ത് അർത്ഥം ഉണ്ടോ എന്നുള്ളത്. സോ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തില് ഈ മൂത്ത പുത്രന്റെ അനുഭവം നോക്കി. ഭയങ്കര കോണ്ടാക്ട് ആണ്. ആബ്സല്യൂട്ട്ലി 100% ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ആൻഡ് എല്ലാം കൊണ്ടും നല്ല പയ്യനാണ്. വളരെ നല്ല സ്വഭാവമാണ്, വളരെ നല്ല ഫസ്റ്റ് ബെഞ്ചറാണ്, എല്ലാത്തിലും ബെസ്റ്റാണ്. പക്ഷേ പുള്ളിയുടെ അനുഭവം ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തില് 28-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം, ഞാൻ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഉപമയായതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നില്ല. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ന്റെ 27 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. അവൻ അവനോട്, നിന്റെ സഹോദരൻ 28 വായിച്ചു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സിലായി. സോ ഈ നല്ല കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഉള്ള പുള്ളിക്കാരന്റെ അനുഭവം കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. ആകപ്പാടെ പുള്ളിക്കാരന് പ്രശ്നമാണ്. പുള്ളിക്ക് അസൂയുണ്ട്, പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പുള്ളിക്കാരന് എന്നാ പറയുന്ന പ്രഷർ കൂടി. എന്ത് കോണ്ടാക്ട് ഉണ്ടായിട്ട് തന്നെ പ്രഷർ കൂടിയാൽ വലിയ പ്രയോജനമുണ്ട്. ആകപ്പാടെ പുള്ളി വളരെ നിരാശനായി, വളരെ ദുഃഖിതനായി, വളരെ കോപിഷ്ഠനായി പുള്ളി വെളി നിൽക്കുക. അതേ സ്ഥാനത്ത് അതിൻ്റെ തൊട്ട് മേളിൽ നോക്കിയേ ഈ 22-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ഇത് ആരാന്നറിയാമോ? ഇത് നമ്മുടെ പന്നിക്കുഴി സ്പെഷ്യലിസ്റ്റാണ്. പന്നിക്കുഴി പോയി കിടന്ന് മൊത്തം നശിപ്പിച്ച് യാതൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇല്ല, നാട്ടിലുള്ള ഒരുത്തനും പെണ്ണിനെ കൊടുക്കത്തില്ല, അതുപോലെ മുടിച്ച ഒരു പുള്ളി. ഈ പുള്ളിക്ക് കിട്ടുന്ന നോക്കിയേ. വായിച്ചേ. ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി ധരിപ്പിപ്പീൻ, കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് വിടുവിൻ, തടിച്ച കാളക്കുട്ടി അറപ്പിൻ, തിന്ന് ആനന്ദിക്കാം. ബിരിയാണി വിത്ത് ഓർക്കസ്ട്ര വിത്ത് എവറിത്തിങ്. പുതിയ ഡ്രസ്സ്, പുതിയ ചെരുപ്പ്, പുതിയ മോതിരം, അതിൻ്റെ കൂടെ അടിപൊളി ബിരിയാണി, അതിൻ്റെ കൂടെ അടിപൊളി ഓർക്കസ്ട്ര. ഞാൻ ചോദിക്കട്ടെ, ഏത് അനുഭവമാണ് നമുക്ക് വേണ്ടി? ഈ ഭയങ്കര കോണ്ടാക്ട് വെച്ചോണ്ട് മോങ്ങിക്കൊണ്ട് വെളി നിൽക്കുന്ന അനുഭവമാണോ, അതോ ഈ പുള്ളിക്ക് കിട്ടിയ അനുഭവമാണ്? എവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത് കാണിക്കാവേ. ഇവർ രണ്ടുപേരും മക്കളാണ്. ആണോ? ആണെന്നുള്ളത് നമുക്കൊന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചേക്കാം. 15-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. രണ്ടുപേരും മക്കളാണെന്നുള്ളത് ഒന്നുകൂടെ ഓർപ്പിച്ചേക്കാം. വായിച്ചു. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പശുക്കൾ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞ, 2 പുത്രന്മാർ. സോ രണ്ടുപേരും മക്കളാ. അപ്പൊ രണ്ടുപേരും മക്കളാന്നുള്ളത് ഉറപ്പായേ? ഓക്കെ. ഇപ്പൊ ശ്രദ്ധിച്ചോണേ. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വളരെ 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 ശ്രദ്ധിച്ച് കേൾക്കണം. വിശപ്പുണ്ടെങ്കിൽ അല്പസമയത്തേക്കിന് കണ്ണടഞ്ഞു പോകരുത്. ഇതാണ് ഇന്നത്തെ മർമ്മം. താക്കോൽ റിലീസാകുക. നോ, ഇവര് 2 പേരും ഈ ഉപമയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 പേരും പല കാര്യങ്ങളും അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഒന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ച വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിപ്പിക്കാനായിട്ടാണ് വരുന്നത്. അപ്പൊ ആ അപ്പ എന്നുള്ള വിളിക്ക് ഇത്രയും മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഇളയ പുത്രൻ എത്ര പ്രാവശ്യം അപ്പ എന്ന് വിളിക്കുന്നു എന്ന് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യണം. ഞാൻ വീണ്ടും പറയാം, എത്ര പ്രാവശ്യം ഇളയ പുത്രൻ അപ്പ എന്ന് വിളിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ബൈബിളിൽ തന്നെ നിങ്ങൾക്കൊന്ന് കൗണ്ട് ചെയ്യാം. ആദ്യത്തെ കാര്യം ഒരു കാര്യം പറയാവേ. നിങ്ങൾ കൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിന് സമയമാവും. ഞാനിവിടെ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 പ്രാവശ്യം ഈ ഉപമയിൽ ഇളയ പുത്രൻ അപ്പാ എന്ന് ആരെ വിളിച്ചു? തൻ്റെ അപ്പനെ വിളിച്ചു. ഓക്കെ. ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് നോക്കണം. മൂത്ത പുത്രൻ 1 പ്രാവശ്യമെങ്കിലും അപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അതിനകത്തൊന്ന് നോക്കും. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഇത് ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചു നിങ്ങൾക്ക് വേണ്ടി. മൂത്ത പുത്രൻ 1 പ്രാവശ്യമെങ്കിലും അപ്പ എന്ന്
വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബൈബിളിനകത്തൊന്ന് നോക്കിക്കേ. അപ്പൊ അപ്പാന്നൊരു വിളി വിളിച്ച ഇത്രയും മാറ്റം വരും. ഈ ഉപമയില് പ്രവൃത്തികൾ വെച്ച് നോക്കിയാൽ ഭയങ്കര, പക്ഷേ ഇളയ പുത്രൻ ഇപ്പൊ നോക്കിക്കോണേ, ഈ മൂത്ത പുത്രന് കിട്ടിയത് പോലും ഇവന്റെ കെയർ ഓഫിൽ കിട്ടിയത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൂടെ കാണിച്ചു തരാം. 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ, ഇതാണ് ആദ്യത്തെ അപ്പ. അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്കെന്ന് വെച്ചാ ഇളയ മകന് മാത്രമല്ല മൂത്ത മകനൂടെ ചേർത്ത് ആ വസ്തു വീതിച്ച് കൊടുത്തു. എന്ന് വെച്ചാ ഇളയവൻ അപ്പാന്ന് വിളിച്ചപ്പോ കൂടെയുള്ളവന് വരെ അനുഗ്രഹം കിട്ടി. മറ്റവന് കിട്ടിയ അനുഗ്രഹം പോലും ഇവൻ അപ്പാന്ന് വെളിപ്പാടോടെ വിളിച്ചപ്പോഴാണ് അവന് പോലും കിട്ടേണ്ടിയ ഷെയർ കിട്ടിയത്. ഇത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ അപ്പായെ സ്തുതിക്കുക. ഇത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ അപ്പായെ സ്തുതിക്കുക. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? മൂത്ത മകന് കിട്ടിയ ഷെയർ പോലും ഇളയ മകൻ അപ്പാന്ന് വിളിച്ച് ചോദിച്ചപ്പോഴാ മൂത്ത പുള്ളിക്ക് ഷെയർ കിട്ടിയ. ഇപ്പൊ വിഷയം എന്താണെന്നറിയാവോ? ഒരു കാളക്കുട്ടിയെ കിട്ടിയില്ല, അതിന് മോങ്ങിക്കൊണ്ട് നിൽക്കുക പുള്ളി, അതിന് മോങ്ങി നിൽക്കുക. പക്ഷെ ഈ മോങ്ങി നിൽക്കുന്ന പുള്ളിയുടെ വൊക്കാബുലറി നോക്കിക്കേ. അപ്പൊ ചിലരെങ്കിലും കുറച്ചു മുമ്പേ തിരിച്ചു പിന്നെ അപ്പാന്ന് വിളിച്ചാൽ അങ്ങ് ഭയങ്കര മാറ്റാവുന്നേ. ഞാൻ 100 കണക്കിന് സാക്ഷൻ ലൈനപ്പ് ചെയ്യാം, പക്ഷെ എനിക്ക് സമയമില്ല. എന്റെ ടൈം തീരാറായി. 5 മിനിറ്റ് കൂടെ ഉള്ളു. ഐ എം ഗോയിങ് ടു ഫിനിഷ് നൗ. ഈ അപ്പ എന്നുള്ള വിളിയിൽ ഇന്നും ഞാൻ അത്ഭുത സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. ബിക്കോസ് അപ്പ എന്നൊരുത്തൻ വിളിച്ചാൽ ആ നിമിഷത്തിൽ അവൻ ആത്മമണ്ഡലത്തിൽ മകനായി അവന്റെ വില്ല് രജിസ്റ്റർ ആവും. ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ വില്ല് രജിസ്റ്റർ ചെയ്യാനായിട്ട്, വില്ല് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ദൈവവചനം പറയുന്നത്, അല്ലാതെ എനിക്കറിയത്തില്ല. ദൈവവചനം പറയുന്നത് പരിശുദ്ധാത്മാവ് വരുന്നത് തന്നെ അബ്ബാ പിതാവേ എന്ന് വിളിപ്പിക്കാനാ. എന്നിട്ട് പറയാ, അതിന്റെ മേളത്തെ വചനം പറയാ, അങ്ങനെ പരിശുദ്ധാത്മാവ് നടത്തുന്ന അനുസരിച്ച് നടക്കുന്നവരാ ദൈവമക്കൾ. അത് തന്നെയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. നമ്മൾ മുന്നേ വായിച്ച 4-ാം അധ്യായത്തിലെ 6-ും 7-ഉം വായിച്ച് അവിടുത്തെ 1-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1-ാം വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷം വരത്തില്ല. ആത്മീകമായി ശിശുത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അപ്പനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, അപ്പനെ അപ്പാന്ന് വിളിക്കാൻ പറ്റുന്നില്ല. അതാണ് ശിശുത്വം. ആൻഡ് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പനെ അപ്പനായി തിരിച്ചറിയുക. ഇന്ന് രാത്രിയും ഞാനൊരു കാര്യം പറയാം. അബ്ബാ പിതാവേ എന്ന വിളിക്കകത്ത് മഹത്വമുണ്ട്. ആ വിളിക്കകത്ത് അത്ഭുതങ്ങളുണ്ട്. ആ വിളിക്കകത്ത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്ഭുത വഴികളുണ്ട്. ഇന്ന് രാത്രി കമോൺ, വേറെ ആർക്കും വിളിക്കാൻ സാധിക്കാത്ത പ്രിവിലേജാണ് നിങ്ങൾക്കും എനിക്കും ഈ നല്ല അപ്പൻ തന്നിരിക്കുന്നത്. മേക്ക് യൂസ് ഓഫ് ദ പ്രിവിലേജ്. സ്റ്റാർട്ട് കോളിംഗ് ഹിം അപ്പ. ഇന്ന് നിങ്ങൾ മൈക്കൊന്നും ഓൺ ചെയ്യണ്ട. ആ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ആ കൈയൊക്കെ ഉയർത്തിയിട്ട് എൻ്റെ അപ്പായേ എന്നൊന്ന് വിളിച്ചേ. ആ വിളിയിലകത്ത് തന്നെ ഇന്ന് രാത്രി ഞാൻ പറയാം, അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കും. ഇന്ന് രാത്രി ആ വിളിക്കകത്ത് തന്നെ ഇന്ന് അത്ഭുത സൗഖ്യങ്ങൾ വ്യാപരിക്കും. ഇന്ന് രാത്രി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അപ്പായേ എന്നുള്ള ഒറ്റ വിളിയിൽ അത് നിർവീര്യമായി പോകും. ഞാനൊരു കാര്യം പറയാം, തടസ്സപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പോകും.